ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ടതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ കോൺ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, മല്ലിയില, കരിവേപ്പ് എല്ലാം കൂടെ ചതച്ചത് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പെരുംജീരകം. അതിനുശേഷം ഇതാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സുർക്കം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വിനാഗിരി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫുഡ് കളറാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഫ്രൈക്കൊരു ചെറിയ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. ഒഴിവാക്കേണ്ടവർക്ക് ഫുഡ് കളർ ഒഴിവാക്കട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കിലോ ചിക്കനൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഇതിലേക്ക് മുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ചില്ലി ഫ്ലേക്സ്. അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കറിവേപ്പില ഒന്ന് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ചിക്കൻ മസാല ഇട്ട് വെച്ചതിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ പൊരിച്ച് കോരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. നീളമുള്ള മുളക് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ഞാൻ നീളമുള്ള കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഈ മുളക് എടുത്തത്. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ മസാല ഇട്ട് വെച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിന് ശേഷം ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് ഒരു ഭാഗം നല്ലോണം ആയതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ള് എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ രണ്ടാമത്തതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചിക്കൻ ഫ്രൈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.